41 ദിവസത്തെ വ്രതത്തിന് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പ്രാപ്തമാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള അനുഷ്ഠാനത്തോടു കൂടി പോകേണ്ടതുണ്ട് എന്ന്. ഹരി ഓം. സഗുരുഭ്യോ നമഃ. ഗം ഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഓം നമോ നാരായണായ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനായ ഭഗവാൻ ധർമ്മശാസ്താവിനെ കാണുന്നതിനായി ഭക്തജനങ്ങൾ ദാ ഇപ്പോ തയ്യാറായിരിക്കുകയാണ്. ഈ വർഷത്തെ മണ്ഡലകാലം അടുത്ത 17-ാം തീയതി കൂടി ആരംഭിക്കണം. വൃശ്ചികം 1. ഭഗവാന്റെ അടുത്തേക്ക് കോടിക്കണക്കിന് ഭക്തജനങ്ങളാണ് ചെല്ലുന്നത്. ഓരോ വർഷങ്ങൾ കഴിയും തോറും ശബരിമല ഭഗവാന്റെ അടുത്ത് ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചു തന്നെ വരണം. അതിന് കാരണം വേറൊന്നുമല്ല, ഏതെല്ലാം തരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടെങ്കിലും അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരേ ഒരു ദേവൻ സാക്ഷാൽ ശബരിമല ധർമ്മശാസ്താവ് തന്നെയാണ്. നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള ഐതിഹ്യങ്ങളും കേട്ടിട്ടുണ്ട്. പ്രാദേശികമായ ഐതിഹ്യങ്ങളൊക്കെ ധാരാളം ഉണ്ട്. പലരും പലത് വിശ്വസിക്കുന്നുണ്ട്, ചിലര് വിമർശിക്കുന്നുണ്ട്, ചിലർ അതിനെക്കുറിച്ച് പഠനം നടത്തുന്നുണ്ട്. അങ്ങനെ എത്ര ഉണ്ടെങ്കിലും ആത്യന്തികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഭൗമമായ അതിതീവ്രമായ ഊർജസ്രോതസ് നിറഞ്ഞു നിൽക്കുന്ന ഒരേയൊരു മഹാസന്നിധാനം ശ്രീധർമ്മശാസ്താവിന്റെ ശബരിമല സന്നിധാനം തന്നെയാണ്. മഹാതത്വങ്ങളെ മുഴുവൻ, ഉപനിഷത് വാക്യങ്ങളെയും വൈദിക വേദതത്വങ്ങളെയും മുഴുവനും സ്വാംശീകരിച്ചുകൊണ്ട് ശാസ്തൃഭാവത്തിൽ, അതല്ലെങ്കിൽ അയ്യപ്പന്റെ പേരോട് കൂടിയ ഭാവത്തിൽ ഭഗവാൻ അവിടെ വിരാജിക്കണം. ആത്യന്തികമായി എല്ലാ മനുഷ്യരുടെയും, അതല്ല ഭക്തന്മാരുടെയും ലക്ഷ്യം എന്നുള്ളത് മോക്ഷപ്രാപ്തിയാണ്. ആ മോക്ഷപ്രാപ്തിക്കുള്ള അന്വേഷണം നടത്തുമ്പോൾ അവനവന്റെ ഉള്ളിലുള്ള ഈശ്വരനെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ആ സന്ദേശമാണ് ശരിയായിട്ട് ശബരിമലയിൽ നിന്നും ഭഗവാന്റെ ശാസ്ത്രു സന്നിധിയിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നതെന്നർത്ഥം. ഓരോ മനുഷ്യനും ഓരോ ഭക്തനും ഭഗവാനായിട്ട് മാറുന്ന അവസ്ഥയാണ് ശബരിമല ദർശനത്തിനുള്ളത്. ഭഗവാന്റെ മുദ്ര ധരിക്കുന്ന സമയം മുതൽ, ചിന്മുദ്ര അല്ലെങ്കിൽ ഭഗവാന്റെ മുദ്ര ധരിക്കും സമയം മുതൽ ധരിക്കപ്പെടുന്ന ഏതൊരു സാധകനാണോ ആ സാധകൻ ഭഗവാനായിട്ട് മാറുന്നു. മറ്റ് എല്ലാ ദേവന്മാരിൽ നിന്നും ദേവിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രത്യേക സവിശേഷതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഭഗവാന്റെ അടുത്ത് ദർശനത്തിന് മാലയിടുന്ന ഭക്തന്മാരെ പരസ്പരം വിളിക്കുന്നത് തന്നെ അയ്യപ്പൻ സ്വാമി എന്നാണ്. വേറൊരു ദേവാലയങ്ങളിലും ദർശനം നടത്തുന്നവരെ ആ ദേവന്റെ പേര് കേട്ട് ആ ദേവന്റെ പേര് കൊണ്ട് വിളിക്കണ സമ്പ്രദായമില്ല. ഇപ്പൊ ഗുരുവായൂർ ഭക്തനായിട്ട് പോകുന്ന ഒരാളെ ഗുരുവായൂരപ്പൻ വിളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടണം നിർബന്ധമില്ല എന്നർത്ഥം. ചോറ്റാനിക്കര ഭക്തയായിട്ടുള്ള ഒരു അമ്മ നടന്നു പോകുന്ന സമയത്ത് എന്താ ചോറ്റാനിക്കരമ്മയെ വിശേഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടണം നിർബന്ധമില്ല. നേരെ മറിച്ച് ശബരിമലയ്ക്ക് മാലയിട്ട് കഴിഞ്ഞാൽ മാളികപ്പുറമേ എന്ന അമ്മമാരെയും അതുപോലെ സ്വാമി എന്ന് ബാക്കിയുള്ള ഭക്തന്മാരെയൊക്കെ പരസ്പരം വിളിക്കുമ്പോൾ അവരറിഞ്ഞോ അറിയാതെയോ ആ മഹാതത്വത്തിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. മുദ്ര എന്നത് തന്നെ അടയാളം എന്നാണ് വാക്കിനർത്ഥം.
ചിഹ്നം, അതുപോലെ തന്നെ അടക്കി വച്ചത് എന്നൊക്കെയാണ് മുദ്ര. നമ്മൾ പലപ്പോഴും മുദ്ര എന്താണെന്ന് പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഭഗവാന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ചിഹ്നമാണ്, ഭഗവാന്റെ അടയാളമാണ്. അതല്ലെങ്കിൽ അടക്കി വെച്ചത് എന്നുള്ള ഒരു അർത്ഥം എടുക്കുകയാണെങ്കിൽ എന്തിനെ അടക്കി വെച്ചത്? ചൈതന്യത്തെ അടക്കി വെച്ചത്. എന്തു ചൈതന്യത്തെ അടക്കി വെച്ചത്? നാനാവിധത്തിലുമുള്ള ഈശ്വര ചൈതന്യത്തെ അടക്കി വെച്ചിരിക്കുന്നതാണ് മുദ്ര. ആ മുദ്ര എന്നുള്ളത്, ഭഗവൻ മുദ്ര എന്നുള്ളത് ശരിയായി രുദ്രാക്ഷമാണ്. രുദ്രാക്ഷം തന്നെയാണ്. പലപ്പോഴും ഭഗവാന്റെ അടുത്തേക്ക് ദർശനത്തിനായിട്ട് മുദ്ര ധരിക്കുക അല്ലെങ്കിൽ മാല ധരിക്കുക എന്നുള്ളത്, രുദ്രാക്ഷം ധരിക്കുന്നുണ്ട്, തുളസിമാല ധരിക്കുന്നുണ്ട്, പളുങ്കുമാല ധരിക്കുന്നുണ്ട്, ചന്ദനമാല ധരിക്കുന്നുണ്ട്, രക്തചന്ദനമാല ധരിക്കുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ചില കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതിന്റെയൊക്കെ പിന്നിലെ സങ്കല്പം ഭഗവാനിലേക്ക് ചെല്ലുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് എന്നുള്ളതാണ്. പക്ഷെ രുദ്രാക്ഷത്തിന് പ്രത്യേകത, രുദ്രാക്ഷം വിധിക്കപ്പെട്ടതാണ്. രുദ്രന്റെ അക്ഷം, രുദ്രന്റെ അക്ഷം മഹാദേവനുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ വസ്തു തന്നെ. രുദ്രൻ എന്ന് പറഞ്ഞാല് ശ്രീ മഹാദേവൻ, ശിവൻ എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിലുമുപരി ലോകകാരകനായിട്ടുള്ള അതിശക്തനായിട്ടുള്ള ഒരു ഭഗവാനാണ് രുദ്രൻ. ആ രുദ്രന്റെ മാർഗം, രുദ്രന്റെ അടയാളം, അതാണ് രുദ്രാക്ഷം എന്നുള്ളത്. രുദ്രം എന്നുള്ള വാക്കിന് തന്നെ പല അർത്ഥങ്ങളും പറയുന്നു. രുഹു ദ്രാവയതി, ദ്രാവയതി രുദ്ര, രുദ്ര ശബ്ദത്തിന്റെ അർത്ഥം ഒന്ന്. അതുപോലെ രുഹു രോദയതീതി രുദ്ര. വിവിധങ്ങളായിട്ടുള്ള അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ നമുക്കിവിടെ ഏറ്റവും യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് രുഹു ദുഃഖത്തെ, ദ്രാവയതി ഇത് ദ്രവിപ്പിക്കുന്നതാണ് രുദ്രൻ. ദുഃഖത്തെ ദ്രവിപ്പിക്കുക. എന്താണ്? നമുക്ക് താപത്രയങ്ങളുണ്ട്, പല ദുഃഖങ്ങളുണ്ട്. ആ താപത്രയത്തിൽ തന്നെ എല്ലാ ദുഃഖങ്ങളും അധിഷ്ഠിതമാണ്. അപ്പോ അതിനെയൊക്കെ അതിജീവിപ്പിക്കുന്ന ആ രുദ്രാക്ഷം എന്നുള്ളത് ഭഗവാന്റെ അടയാളമായിട്ട്, അതുകൊണ്ടാണ് ഈ രുദ്രാക്ഷം ഭഗവാന്റെ അടയാളമായിട്ട് നമ്മൾ സ്വയം ധരിക്കുന്ന സമയത്ത് ഏതൊരു ഭക്തൻ ഈ രുദ്രാക്ഷം ധരിക്കുന്നുവോ ആ ഭക്തൻ എന്തായിട്ട് മാറുന്നു? ഭഗവാനായിട്ട് മാറുന്നു. ഭഗവാന്റെ അടയാളമാണ്, ചിഹ്നമാണത്, അടക്കി വെച്ച മനസ്സിന്റെ പ്രതീകമാണത്. അഹം ബ്രഹ്മാസ്മി, ഉപനിഷത്ത് വാക്യം, തത്വം അസി. അതൊക്കെ ഈ മാല ധരിക്കുമ്പോൾ, ഭഗവാന്റെ മാല ധരിക്കുന്ന സമയം മുതൽക്ക് തന്നെ ഓരോ ഭക്തനും അറിഞ്ഞോ അറിയാതെയോ അതിൽ വിലയിക്കുകയാണ് ചെയ്യുക. ഇനി അങ്ങനെ ധരിക്കണമെങ്കിൽ നമ്മുടെ ചടങ്ങുകൾ പ്രാദേശികമായിട്ട് പല സ്ഥലത്തും ശബരിമല യാത്രയ്ക്ക് വിവിധങ്ങളായിട്ടുള്ള ചടങ്ങുകൾ, അത് ഓരോ ഗുരുസ്വാമിമാരിൽ നിന്നും ലഭിച്ചിരിക്കുന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമാവും. ഒന്നും തെറ്റാണെന്ന് പറയാൻ നിർത്തിയില്ല. കാരണം ആത്യന്തികമായിട്ടുള്ള ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല, അതാണ് ഒരേ ഒരു ലക്ഷ്യം ഭഗവാന്റെ അടുത്തേക്ക്. അതിൽ ഏതെങ്കിലും ഒരു ഗുരുസ്വാമിയെ ഗും രോധയതീതി ഗുരു, അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആളാണ്, അല്ലെ അന്ധകാരത്തെ നിരോധിക്കുന്ന ആളാണ് ഗുരു എന്ന്. ആ ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അന്ധകാരത്തെ മാറ്റുവാൻ അയ്യപ്പസ്വാമിയെ ഉപാസിക്കുന്ന, സാക്ഷാൽ ശബരിമല ധർമ്മശാസ്താവിനെ ഉപാസിക്കുന്ന ഒരു ഗുരുസ്വാമിക്ക് തീർച്ചയായിട്ടും കഴിയും. ആ ഗുരുസ്വാമിയെ സമീപിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം പൂജിച്ചതോ അതല്ല ക്ഷേത്രത്തിൽ പൂജിച്ചതോ ആയ ആ മുദ്രയെ എടുത്ത് ആ ഗുരുവിന്റെ കയ്യിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഗുരു തന്നെ ധരിപ്പിക്കുന്ന സമ്പ്രദായം ചില സ്ഥലങ്ങളിൽ കാണാം. ഏറ്റവും കുറഞ്ഞത് 18 തവണയെങ്കിലും ശരണം വിളിച്ചാണ് ഭഗവാന്റെ മുദ്ര ധരിക്കേണ്ടതെന്നർത്ഥം. ഇനി അതിന് പ്രത്യേകമായ വിധികൾ പറയണമെങ്കിൽ പോലും ആ ചില മന്ത്രങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അത് ഏതെങ്കിലും കാലഘട്ടത്തിൽ മഹാത്മാക്കളാൽ നിർമ്മിക്കപ്പെട്ട മന്ത്രങ്ങളായിരിക്കാം. ആദ്യ കാലഘട്ടങ്ങളിൽ മന്ത്രം ജപിച്ച് മുദ്ര ധരിക്കണമെന്ന് നിർബന്ധം ഉണ്ടാവാൻ സാധ്യതയില്ല. എങ്കിലും നമുക്ക് അനുയോജ്യമായ ചില സ്തുതി പോലുള്ള മന്ത്രങ്ങളുണ്ട്. ജ്ഞാനമുദ്രാം, ശാസ്ത്രമുദ്രാം, ഗുരുമുദ്രാം നമാമ്യഹം, വരമുദ്രാം, സുധാമുദ്രാം, രുദ്രമുദ്രാം നമാമ്യഹം. ജ്ഞാനമുദ്ര, ജ്ഞാനത്തിന്റെ
അറിവിന്റെ മുദ്രയാണ്, അറിവിന്റെ ചിഹ്നമാണ് രുദ്രാക്ഷം. ശാസിക്കുന്ന, ശാസ്താവ് എന്നുള്ള വാക്കിനർത്ഥം ശാസിക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ, പരിരക്ഷിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. വിവിധങ്ങളായിട്ടുള്ള അർത്ഥം ശാസ്ത്ര ശബ്ദത്തിനുണ്ട്. വ്യാഖ്യാതാക്കൾ പലതും പറയുന്നു. ഇവിടെ ശാസിക്കുന്നതായ രാജാവായ ഈശ്വരനായ ആ ഭഗവാന്റെ പ്രതീകമായിട്ടുള്ള മുദ്രയും ഗുരുമുദ്രാം, ഗുരു എന്ന് പറയാൻ ശ്രേഷ്ഠം എന്നാണ് വാക്കിനർത്ഥം. ശ്രേഷ്ഠമായിട്ടുള്ള ആ മുദ്രയും ഞാനിതാ നമസ്കരിക്കുന്നു. വരമുദ്രാം, വരം നൽകുന്നത് അല്ലെ ശ്രേഷ്ഠമായത്, അമൃതസ്വരൂപമായിട്ടുള്ള ആ മുദ്രയെ ഞാൻ ധരിക്കുന്നു. സുധാമുദ്രാം, അമൃതസ്വരൂപമായിട്ടുള്ള മുദ്രയെ ഞാൻ ധരിക്കുന്നു. ശാന്തമുദ്രാം, മനസ്സിനെ ശാന്തമാക്കുന്ന മുദ്രയെ ഞാൻ ധരിക്കുന്നു. സത്യമുദ്രാം, യാതൊരു തെറ്റുമില്ലാതെ തികച്ചും സത്യസന്ധമായിട്ട്, സത്യം എന്നുള്ളതാണ് സത്യം പരം ധീമഹി ഭാഗവതം പറയുന്നു അല്ലേ. ഭഗവത് സത്യത്തിന്റെ പ്രതീകമായിട്ടുള്ള മുദ്രയെ ഞാൻ ധരിക്കുന്നു. വ്രതമുദ്രാം നമാമ്യഹം, വ്രതത്തിന് വേണ്ടിയിട്ട് ഉള്ള അടയാളമായ മുദ്രയെ ഞാൻ ധരിക്കുന്നു. ഇനി എങ്ങനെ ധരിക്കണം? ഗുരുദക്ഷിണയാ പൂർവം, ആദ്യം ഗുരുദക്ഷിണ നൽകിയിട്ട് ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയെ ഭാഗവതം. അതിൽ പോലെ ഗുരുക്കളെ തന്മാരെ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങി തസ്യ അനുഗ്രഹകാരിണേ ശരണാഗതമുദ്രാഖ്യ തന്മുദ്രാം ധാരയാമ്യഹം. അങ്ങനെയുള്ള ശരണാഗതൻ, ശരണം പ്രാപിക്കുന്നവർക്ക് അനുഗ്രഹം നൽകുന്ന ആ ഭഗവൻ മുദ്രയെ ഞാൻ ധരിക്കണോ എന്ന് പറഞ്ഞ് 18 തവണ ശരണം വിളിച്ച് ആ ഭഗവാൻ മുദ്ര ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിന്നോ പൂജാമുറിക്ക് മുമ്പിൽ നിന്നോ അതല്ലെങ്കിൽ ഗുരുനാഥൻ പറയണ അല്ലെങ്കിൽ ഗുരുസ്വാമി നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്നോ പവിത്രമായ സ്ഥലത്ത് നിന്നോ ഭഗവാനെ പ്രാർത്ഥിച്ച് നമസ്കരിച്ച് മനസ്സും ശരീരവും ഒരുപോലെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ മുദ്ര ധരിച്ച ആ സമയം മുതൽ ആ ഭക്തൻ ഭഗവാനായിട്ട് മാറുന്നു. വളരെ അതിവിപുലമായ ഒരു കാഴ്ചപ്പാടും അതിവിപുലമായ ഒരു തത്വം. ഇത് നമ്മൾ കേരളത്തിന്റെ സമ്പ്രദായത്തിൽ വൃശ്ചിക മാസം 1-ാം തീയതി മുതലാണ് നമ്മുടെ മണ്ഡലകാലം എന്നുള്ള ഒരു കാലം ആരംഭിക്കുക. എന്താണ് ഈ വൃശ്ചിക മാസം 1-ാം തീയതി തന്നെ അങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം? ഓരോ മാസത്തിനും പ്രത്യേകത ഉണ്ടല്ലോ. ആരാധനയ്ക്കുള്ള മാസമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാസമാണെ ഷഷ്ടി ആയിരുന്നു. അതുപോലെ മലയാള മാസങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഭഗവത് ഉപാസനയ്ക്ക് ഓരോ മാസങ്ങളും ഇങ്ങനെ ക്രമേണ കടന്നു വന്ന്, ആരും കൽപ്പിച്ചതല്ല, ക്രമേണ ആചരണം കൊണ്ട് കടന്നു വന്ന് പറയാം. അപ്പോ വൃശ്ചിക മാസത്തില് യഥാർത്ഥത്തിൽ ഈ വൃശ്ചിക മാസം എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ട് ആദിത്യൻ വൃശ്ചികൻ രാശിയിലേക്ക് കടന്നു നിൽക്കുന്ന ആ സമയം മുതലാണ് വൃശ്ചിക മാസം ആരംഭിക്കുക. അതൊരു നല്ല രാശിയാണെന്ന് ചോദിച്ചാൽ 12 രാശികളാണ് ജ്യോതിശാസ്ത്ര പ്രകാരം കൽപ്പിക്കുന്നത്. അതിൽ 12 രാശിയാണെങ്കിൽ പോലും ഈ വൃശ്ചികൻ രാശി നല്ല രാശി അല്ല എന്നാണ്. ഛന്നപാപു പള്ളിജാതക എന്നൊക്കെ ജാതക വിശേഷങ്ങളിലൊക്കെ ജ്യോതിശാസ്ത്രത്തിൽ പറയും. മറയ്ക്കപ്പെട്ട ഏതോ പാപദോഷമുള്ള ഒരു രാശിയും കൂടിയാണ് വൃശ്ചികൻ രാശി. അതുപോലെ തന്നെ മനസ്സിന്റെ കാരകനായിട്ടുള്ള ചന്ദ്രന് നീചം ഭവിക്കുന്ന രാശിയും കൂടിയാണ് ജ്യോതിശാസ്ത്രപരമായി. മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒക്കെ സൗന്ദര്യത്തിന്റെയും ശീതളമയുടെയും ഒക്കെ മനസ്തുഗിനഹു എന്ന് പറയും. അപ്പോ അങ്ങനെയുള്ള ആ രാശിയിലേക്ക് ആദിത്യൻ കിടക്കുന്ന ആ മാസത്തിന് പാപത്വം കൂടുതലുണ്ട്. അതല്ലെങ്കിൽ മറയ്ക്കപ്പെട്ട പാപത്വം കൂടുതലുണ്ട്. ഇതിൽ നിന്നും മോചനം ഉണ്ടാകണമെങ്കിൽ സകല പാപങ്ങളുടെയും നാശകാരകനായ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനായ പാപനാശകനായ ശ്രീധർമ്മശാസ്താവിനെ അഭയം പ്രാപിക്കുകയല്ലാതെ രക്ഷയില്ല. അതായിരിക്കണം. ഇത് എങ്ങും എഴുതി വെച്ച ലിഖിതമായ ഒരു എന്താ പറയാ ഒരു നിർദ്ദേശമൊന്നുമല്ല. നിർമത്സര ബുദ്ധിയ സ്വതന്ത്ര ബുദ്ധിയ ആലോചിക്കുമ്പോൾ കിട്ടുന്ന ചില വിഷയങ്ങളാണ്. അപ്പൊ ആ മാസത്തിന് വേറെയും പ്രത്യേകത ഉണ്ടാവും. ഇത് ജ്യോതിശാസ്ത്രപരമായി വിശകലനം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത, അനേക പ്രത്യേകതകൾ ഉണ്ടാവും. ആ മാസത്തില്
ആ ഛന്നഭാവത്വമൊക്കെ മാറ്റി, മറയ്ക്കപ്പെട്ട ഭാവമൊക്കെ മാറ്റി, നീചത്വം ഉള്ള ആ ചിന്തകളിൽ നിന്നും മനുഷ്യനെ ദുഷിപ്പിക്കാതെ കണ്ട് അതിനെ തികച്ചും ആ കാലഘട്ടത്തെ അതിജീവിക്കുന്നതിന് ഭഗവത് ഉപാസന ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് അതിലേറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്ന ആ മഹത്തത്വം, ബ്രഹ്മതത്വത്തെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ആരാധനാ സമ്പ്രദായമാണ് ഇത്രയും ദൈർഘ്യമേറിയ ഒരു കാലഘട്ടത്തിലേക്ക് ഈ വ്രതത്തിന് ഇത്രയും ദൈർഘ്യമുള്ള ഒരു വ്രതം നമുക്ക് കൽപ്പിച്ചു തന്നത് പൂർവികന്മാര്, പൂർവസ്വം. 41 ദിവസത്തെ വ്രതമാണ്. ഇനിയിപ്പോ 30 ദിവസം നോക്കിയാൽ പോരെ, ആവാം. 21 ദിവസം നോക്കിയാൽ പോരെ, ആവാം. ഇനി 7 ദിവസം നോക്കിയാൽ പോരെ, അതിനും വിരോധമില്ല. ഓരോ മനുഷ്യരുടെയും കഴിവിന് അല്ലവരുടെ മനസ്സിന്റെ ശ്രേഷ്ഠതയ്ക്കനുസരിച്ച് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ചെയ്യാം. പക്ഷേ മുമ്പ് ശബരിമല ദർശനത്തിന് തീർച്ചയായും 41 ദിവസത്തെ വ്രതം കഠിന വ്രതമായിട്ട് തന്നെ നോക്കുന്ന പൂർവസൂരികള്, പൂർവകാലത്തെ സ്വാമിമാര്, ഭക്തന്മാരായിരുന്നു ഈ കേരളത്തിൽ ഉണ്ടായിരുന്നർത്ഥം. ഒരു മണ്ഡലം പൂർത്തിയാക്കുക. 41 എന്ന് പറഞ്ഞാൽ മണ്ഡലം എന്നാണ് അവർ പറയുക. ഒരു മണ്ഡലം, മണ്ഡലത്തിന്റെ അർത്ഥം എന്ന് വെച്ചാല് എന്താ പറയാ, ചക്രം എന്നുള്ള അർത്ഥമുണ്ട്, ഒരു സർക്കിൾ പൂർത്തിയാകുക എന്നുള്ള അർത്ഥമുണ്ട്, ഗോളാകാര രൂപത്തിലുള്ള പിണ്ഡം എന്നുള്ള അർത്ഥമുണ്ട് ഒരു മണ്ഡലം എന്നുള്ളതിന്. അപ്പോ ഒരു മണ്ഡലകാലം മുഴുവനും അതിന് 41 ദിവസത്തെ കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഓരോ ദിവസത്തിനും പോലും ഭഗവാനോട് ഭക്തനെ ചേർക്കുന്നതിന് ആവശ്യമായുള്ള സാധനകൾ പറയുന്നു. ആ സാധനകൾ കൃത്യമായിട്ട് ചെയ്യാന്നുള്ളതാണ്. പൊന്നമ്പലവാസനായിട്ടുള്ള ഭഗവാന്റെ ദർശനത്തിന് പോകുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഭഗവത് ദർശനത്തിന് പ്രാപ്തമായിരിക്കണം. ആ പ്രാപ്തമാക്കുന്ന, മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പ്രാപ്തമാക്കുന്ന ഒരു ചടങ്ങാണ് ശരിയായിട്ട് ഈ വ്രതം എന്നുള്ളത്. അത് നമ്മുടെ ഭക്ഷണത്തിന് പ്രത്യേകത ഉണ്ടാവണം, ചിന്തകൾക്ക് പ്രത്യേകത ഉണ്ടാവണം, നമ്മുടെ പ്രവൃത്തികൾക്ക് സവിശേഷത ഉണ്ടാവണം. അപ്പൊ ആദ്യത്തെ ഒരു 7 ദിവസം കൊണ്ട് സപ്തനാഡീ ശുദ്ധീകരണം അല്ലെങ്കിൽ പദാർത്ഥ ശുദ്ധീകരണം എന്നുള്ള ഒരു ചടങ്ങ് ഓരോ ദിവസങ്ങളിലും ചെയ്യാം. ദ്രവ്യം, ഗുണം, കർമ്മം, സാമാന്യം, വിശേഷം, സമവായം എന്നുള്ള 7 ദ്രവ്യ, ഗുണ, കർമ്മ, സാമാന്യ, വിശേഷ, സമവായ, സപ്തനാഡി എന്നുള്ള വിശേഷങ്ങള് ആയുർവേദ ശാസ്ത്രത്തിലും അതുപോലെ തർക്കശാസ്ത്രത്തിലും ഒക്കെ പ്രതിപാദിക്കുന്ന ആ 7 കാര്യങ്ങളിൽ ശുദ്ധി ഉണ്ടാവുക. ദ്രവ്യശുദ്ധി, ഗുണശുദ്ധി എന്ന് പറഞ്ഞാൽ തന്നെ സത്വരജസ്തമോ ഗുണങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത്. അപ്പൊ അതിൽ ശുദ്ധി ഉണ്ടാവുക, ചെയ്യുന്ന കർമ്മങ്ങളിൽ ശുദ്ധി ഉണ്ടാവുക, സാമാന്യ വിശേഷ ചിന്തകൾക്കും സമവായത്തിനും ശുദ്ധി ഉണ്ടാവുക. ഇങ്ങനെ ആദ്യത്തെ 7 ദിവസം കൊണ്ട് സപ്തനാഡീ ശുദ്ധീകരണ പ്രക്രിയ. പിന്നീട് 6 ദിവസം കൊണ്ട് ഷഡൂർമി ശുദ്ധീകരണ പ്രത്യേകതകൾ. വിശപ്പ്, ദാഹം, മോഹം, ശോകം, ജര, മൃത്യു, ഇങ്ങനെയുള്ള ആ 6 കാര്യങ്ങളെയാണ് ഷഡൂർമികൾ എന്ന് പറയുന്നത്. ആ ഷഡൂർമികളെയും അതിജീവിക്കുന്നതിനുള്ള മാനസികവും ശാരീരികവുമായ അവസ്ഥയിലേക്ക് ഭക്തനെത്തണം. പിന്നീട് 6 ദിവസം ഷഡ്ഭാവത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നിങ്ങനെയാണ് ഷഡ്ഭാവങ്ങൾ പറയുക. ഈ ഓരോ കാലഘട്ടങ്ങളിലും ആർജിച്ചെടുത്തിട്ടുള്ള പാപത്വമുണ്ട് എങ്കിൽ ആ പാപദോഷത്തെ എപ്രകാരം പരിഹരിക്കാം? ഒരേയൊരു മന്ത്രം മാത്രം, ശരണത്രയം. സ്വാമിയേ ശരണമയ്യപ്പ. വാക്ഷരി മന്ത്രങ്ങൾ കൊണ്ട് ഇവിടെ അയ്യപ്പന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നതിന് പ്രത്യേകിച്ച് മൂലമന്ത്രം ജപിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അത് ഓരോ വ്യക്തികളുടെയും മനസ്സിന്റെ അറിവിന്റെ ആ സാന്നിധ്യം അനുസരിച്ച്, അറിവിന്റെ ആ വൈപുല്യം അനുസരിച്ച് തികച്ചും ആത്മാർത്ഥമായിട്ട് ഭഗവാൻ ഞാനും ഒന്ന് തന്നെ എന്ന് ചിന്തിക്കുക. അതാണ് ആത്യന്തികമായിട്ട് ആദ്യം മുതൽ പറയുന്ന കാര്യം. അപ്പോ ഷഡ്ഭാവങ്ങള്, ഷഡ് വൈരികൾ, കാമക്രോധ, ലോഭമോഹ, മതമാത്സര്യങ്ങൾ അടുത്ത 6 ദിവസം കൊണ്ട്, കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും അങ്ങനെ 10 ഇന്ദ്രിയങ്ങളെ കൊണ്ട് ശുദ്ധിയാക്കുന്ന 10 ദിവസം കൊണ്ട്. അപ്പോഴേക്കും തന്നെ ദിവസങ്ങള് 35ഓളം ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി
ഈ 35ഓളം ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധമാകുന്ന സമയത്ത് മനസ്സിൽ നിന്നും പോകുന്ന കാര്യങ്ങളാണ് സ്പർദ്ധ, അസൂയ, തിരസ്കാരം, അഹങ്കാരം. ഈ 4 ദിവസങ്ങൾ, 35ഉം 4ഉം 39ാമത്തെ ദിവസം കൊണ്ട് സ്പർദ്ധ പോകുന്നു. സ്പർദ്ധ നമുക്കറിയാം, മറ്റുള്ള ആളുകളോട് മനസ്സിൽ നമുക്ക് തോന്നുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ദ്വേഷപരമായിട്ടുള്ള വികാരത്തിനെയാണ് സ്പർദ്ധ എന്ന് പറയുക. പിന്നീട് അസൂയ തോന്നുക, അതും സാധാരണക്കാരിൽ ബാധിക്കുന്ന വിഷയമാണ്. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും നമ്മെ കഴിഞ്ഞും കൂടുതൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ തോന്നുന്നൊരു വേദന, അതിനെയാണ് അസൂയ എന്ന് പറയുക. ഇനി തിരസ്കാരം എന്ന് പറയുന്ന കാര്യം നമ്മെ കഴിഞ്ഞും താഴ്ന്നതായിട്ടുള്ള അത് അറിവിന്റെ കാര്യത്തിലാവാം, ധനത്തിന്റെ കാര്യത്തിലാവാം, അതുപോലെ സൗന്ദര്യത്തിന്റെ കാര്യത്തിലാവാം, വർണ്ണ കാര്യത്തിലാകാം, ജാതി കാര്യത്തിലാകാം, ഏത് കാര്യത്തിലാവാം. അങ്ങനെ നിൽക്കുന്നവരെ തിരസ്കരിച്ചു മാറ്റി നിർത്തുക, അത് പാടില്ല. ഭഗവാൻ അത് ഒരിക്കലും സമ്മതിക്കില്ല എന്നർത്ഥം. അതിനുശേഷം പിന്നീട് എന്താ? അഹങ്കാരം ഉണ്ടാവുക. ഞാൻ തന്നെയാണ് എല്ലാം എന്നുള്ള അഹങ്കാരം ഉണ്ടാവുക. ഞാനാണ് എല്ലാത്തിനും അധിപതി എന്നുള്ള അഹങ്കാരം ഉണ്ടാവുക. എന്റെ അധീനതയിലായിരിക്കണം എല്ലാ ഭരണങ്ങളും നടക്കേണ്ടത്, എന്റെ അധീനതയിലായിരിക്കണം എല്ലാ ക്രമങ്ങളും വേണ്ടത്, എല്ലാവരും വന്ന് എന്നെയാണ് നമസ്കരിക്കേണ്ടതെന്നുള്ള അഹങ്കാരം ഉണ്ടാവുക. ഈ അഹങ്കാരവും എല്ലാം നശിച്ചു അവസാനത്തെ ആ 4 ദിവസം. അങ്ങനെ ആ 39 ദിവസത്തെ വ്രതശുദ്ധി കഴിയുമ്പോഴേക്കും ഒരു മനുഷ്യനെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുവാൻ പാകത്തിനുള്ള പരിപക്വമായ മനസ്സും പരിപക്വമായ ശരീരവും ഉള്ളവനാക്കി തീർക്കുന്നു. ആ 2 ദിവസത്തേക്ക് പിന്നെ എത്തിച്ചേരുന്ന എവിടെയാണ്? ആ തത്വം എന്നുള്ളത് അഹിംസയിലും അസ്തേയത്തിലുമാണ് എത്തിച്ചേരുന്നത്. അസ്തേയം, നുണ പറയാതിരിക്കുക, തെറ്റ് ചെയ്യാതിരിക്കുക, കള്ളം ചെയ്യാതിരിക്കുക, കൊള്ള ചെയ്യാതിരിക്കുക, മറ്റുള്ളവരുടെ സ്വത്തുക്കളെ അപഹരിക്കുന്ന ചിന്ത ഉണ്ടാവാതിരിക്കുക, മറ്റുള്ളവരുടെ ഏതാണെങ്കിലും അപഹരിക്കുന്ന ചിന്ത ഉണ്ടാവാതിരിക്കുക, അതിനെയാണ് അസ്തേയം. പിന്നീട് സമസ്ത ജീവജാലങ്ങളോടും, ഭൂമിയിലുള്ള മനുഷ്യൻ തുടങ്ങുന്ന സമസ്ത ജീവജാലങ്ങളോടും കാരുണ്യമുണ്ടാവുക, അതാണ് അഹിംസ. ഹിന്ദുവിന്റെ ഏറ്റവും വലിയ ധർമ്മവും അഹിംസയാണ്. ഹിന്ദു സംസ്കാരത്തിന്റെ അർത്ഥം തന്നെ ഹിംസായാം ദൂയതേ ഇതി ഹിന്ദു എന്നാണ്. ഹിന്ദു എന്നുള്ള വാക്കിന് അർത്ഥം തന്നെയാണ്. ഹിംസായാം ദൂയതേ ഇതി, ഹിംസയിൽ ദുഃഖിക്കുന്നവനാണ് ഹിന്ദു. എല്ലാവരും അറിയേണ്ട കാര്യമാണ്. ഹിംസ എന്ന് പറഞ്ഞ ഒരാളെ വധിക്കുക എന്നുള്ളത് മാത്രമല്ല, മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് നാം ഒഴികെ മറ്റുള്ളവർക്ക് വരുന്ന, നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ വരുന്ന ഏതെല്ലാം ദുഃഖമുണ്ടോ അല്ലെങ്കിൽ ദുഃഖമുണ്ടോ അതിനെയൊക്കെ ഹിംസ എന്ന് പറയും. അങ്ങനെ ചെയ്യാതിരിക്കുന്നതിനെയാണ് അഹിംസ എന്ന് പറയുന്നത്. ആ അഹിംസ മനസ്സിൽ ഉറപ്പിക്കുമ്പോഴേക്കും 41 ദിവസത്തെ വ്രതം പൂർത്തിയാവും. ഇത്രയും കഴിയുമ്പോൾ മനുഷ്യൻ ഒരു യോഗേശ്വര അല്ലെ യോഗിയുടെ ഭാവത്തിലേക്ക് മാറുക. അവിടെയാണ് കറുപ്പണിയുന്നത്. ആ സമയത്ത് എല്ലാ വർണ്ണങ്ങളും ചെന്ന് അവസാനിക്കുന്ന കറുപ്പ് വസ്ത്രം ധരിക്കാം. അതുവരെയും ധരിക്കുന്നുണ്ട്. ഇപ്പോഴ് ഭഗവാന്റെ മുദ്ര കഴുത്തിൽ അണിയുന്ന സമയം മുതൽക്ക് തന്നെ കറുപ്പ് വസ്ത്രം ധരിക്കുന്നുണ്ട്. ഇത് ഈ തത്വമാണ് അതിന് പിന്നിലുള്ളത്. എല്ലാം ചെന്ന് അവസാനിക്കുന്നിടം, അല്ലെ എല്ലാം ലീനമാകുന്ന സ്ഥലം, എല്ലാ നിറങ്ങളും അവസാനിക്കുന്ന സ്ഥലം, തികച്ചും ന്യസനത്തിന്റെ, സന്യാസത്തിന്റെ, എല്ലാവിധ ഭൗതിക സുഖങ്ങളെയും മാറ്റിയിട്ട് ഭഗവാൻ എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി തികച്ചും യോഗീശ്വര ഭാവത്തിലേക്ക് എത്തുന്നതിന്റെ പ്രതീകമാണ് കറുപ്പ് വസ്ത്രം ധരിക്കണം. ഈശ്വരനോയപ്പ. അങ്ങനെ അതിന് പ്രാപ്തമായി കഴിഞ്ഞാൽ ഭഗവാന്റെ സന്നിധിയിലേക്ക് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. അതിന് നമ്മൾ നാടൻ ഭാഷയിൽ എന്ത് പറയും? കെട്ടുനിറ എന്നാണ് പറയാ. കെട്ടുനിറയ്ക്കുക, ഭഗവാന്റെ അടുത്തേക്ക് കെട്ടുനിറച്ചു പോകുന്ന സമയമാണ്. ഇരുമുടിക്കെട്ട് കേട്ടിട്ടുണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുമുടിക്കെട്ട്. ജീവിതത്തിന്റെ പ്രാരബ്ധങ്ങള് ഒരു മുടിയിലും ഭഗവാനുള്ള വഴിപാടുകള് മറ്റൊരു മുടിയിലും നിറച്ച് ശിരസ്സിൽ വഹിച്ചുകൊണ്ട്
വനയാത്ര. ജീവാത്മാവാണ് ഒരു കെട്ട്, പരമാത്മാവാണ് മറുകെട്ട്. മുൻകെട്ട് പരമാത്മാവാണ് എങ്കിൽ നമുക്ക് പിൻകെട്ട് ജീവാത്മാവായിട്ടുള്ള നമ്മളും നമുക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങളുമായിട്ട് കണക്കാക്കാം. പല സമ്പ്രദായങ്ങളും പലയിടത്തും ചെയ്യുന്നുണ്ട്. ഇരുമുടിക്കെട്ടില് നിവേദ്യത്തിന് അരിയിട്ട് കൊടുക്കുക, പിൻകെട്ടില് പോകുന്ന വഴിക്കുള്ള ഭക്ഷണത്തിനുള്ള അരിയിട്ട് കൊടുക്കുക. അത് വീട്ടിലുള്ള ആളുകൾ ചെയ്യാറുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട്. ഭക്തന്മാര്, ശുദ്ധയുള്ള ഭക്തന്മാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പഴയകാലത്തെ ശബരിമല യാത്ര അതിദുസ്സഹമാണ്, വനത്തിലൂടെയുള്ള യാത്രയാണ്. ഭക്ഷണമൊക്കെ സ്വയമേ ഉണ്ടാക്കി കഴിച്ചു പോകുന്ന സമ്പ്രദായമാണുള്ളത്. അപ്പൊ അവർക്കുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ പിൻകെട്ടിൽ നിറയ്ക്കുക, ഭഗവാനുള്ള വഴിപാടുകളൊക്കെ മുൻകെട്ടിലിട്ട് പോവുക. ഏറ്റവും പ്രധാനം ഏതാണ്? ഭഗവാന്റെ വഴിപാടിൽ ഏറ്റവും പ്രധാനം നെയ്മുദ്രയാണ്. ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന നെയ്മുദ്രയാണ്. പഞ്ചഭൂതാത്മകമായ ശരീരത്തിന്റെ പ്രതീകമായിട്ട് നാളികേരം, മുക്കണ്ണനായിട്ടുള്ള നാളികേരം, അത് മറ്റൊരു ഐതിഹ്യത്തിൽ പറയണത് പന്തളത്ത് രാജാവ് പന്തളത്ത് കൊട്ടാരത്തിലുണ്ടായിരുന്ന മണികണ്ഠസ്വാമി അയ്യപ്പസ്വാമിയെ വനത്തിലേക്ക് പോകുന്ന സമയത്ത് സാക്ഷാൽ മഹാദേവൻ അനുഗ്രഹിച്ച് കൂടെ പോകണം നിരീച്ച് കെട്ടിലിട്ട് കൊടുത്തു വിട്ടു എന്നൊക്കെ ഐതിഹ്യങ്ങൾ പറയുന്നു. ഐതിഹ്യങ്ങളും അതുപോലെ നമ്മുടെ പുരാണം എന്ന് പറയാം, പുരാണങ്ങളിലും പറയണം. പുണ്യപുരാണങ്ങൾ 18 പുരാണങ്ങളിലേ അല്ല, അതല്ലാതെ അയ്യപ്പ പുരാണം മുതലായിട്ടുള്ള സമീപകാലത്തുണ്ടായ പുരാണങ്ങളിലൊക്കെ പ്രതിപാദിക്കണം. ആ നാളികേരം നമ്മുടെ ശരീരത്തിന്റെ പ്രതീകമാണ്. അതിലേക്ക് നെയ്മുദ്ര നിറയ്ക്കുക, നെയ്യ് നിറയ്ക്കുക. നെയ്യ് എന്നുള്ളത് സ്നേഹോയസ്യേഹ ദേഹോ, നമ്മുടെ ശരീരത്തിന്റെ ആ നിലനിർത്തുന്ന ആത്മാവിന്റെ അല്ലെങ്കിൽ പ്രാണനാണ് ശരിയായിട്ട്. അതല്ലെങ്കിൽ നമ്മുടെ മനസ്സാണ് മുദ്രത്തേങ്ങയുടെ ഉള്ളില് നിറയ്ക്കുന്ന നെയ്യ്. അത് ഭഗവാന് ഉള്ള അഭിഷേകത്തിനുള്ളതാണ്. ഭഗവാന്റെ ഏറ്റവും വിശേഷമായിട്ടുള്ള വഴിപാട് അത് തന്നെയാണ്. ആ നെയ് നിറച്ച നെയ്ത്തേങ്ങയുമായി, മുദ്രത്തേങ്ങയുമായി ഇരുമുടിക്കെട്ടുമേന്തി ശബരിമല ചെന്ന് ഭഗവാനെ ദർശനം ചെയ്യുന്ന സമയത്ത് ആ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ആ മനസ്സാകുന്ന അല്ലെങ്കിൽ ജീവ ആത്മാവ് ഭഗവാനെ അഭിഷേകം ചെയ്യുമ്പോൾ നെയ്യഭിഷേകത്തിലൂടെ ആ ഭക്തന്റെ മനസ്സും ശരീരവും ഭഗവാനിൽ ലയിക്കുന്നു. ഇതാണ് അതിന്റെ പിന്നിലെ ഏറ്റവും വലിയ സങ്കല്പം. അതിനത്ര പവിത്രതയുണ്ട്. അങ്ങനെ ശരീരമാകുന്ന നാളികേരം, പ്രാണനാകുന്ന നെയ് നിറച്ച് ഭഗവാൻ അഭിഷേകത്തിനായിട്ട് ശിരസിൽ വെച്ച് യാത്ര. ഓരോ സ്ഥലങ്ങൾ പിന്നിടുമ്പോഴും ഭഗവത് അനുഗ്രഹത്തിനായിക്കൊണ്ട് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള വികാരങ്ങളെയും നമ്മൾ ഉപേക്ഷിച്ചിട്ടാണ് പോവുക. ഇപ്പോ റോക്കറ്റ് വിക്ഷേപിക്കുന്നത് പോലെ, ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് പോലെ ഒരു ആകാശ ഗഗന വാഹനത്തിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ ചിറകുകളൊക്കെ കൊഴിഞ്ഞു പോകും. ചന്ദ്രനിലേക്ക് ചന്ദ്രയാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോയ വാഹനം, ചന്ദ്രയാൻ വഹിച്ചു കൊണ്ടുപോയ വാഹനത്തിന്റെ ചിറകുകളൊക്കെ കൊഴിഞ്ഞു പോകും പോലെ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ദുർവികാരങ്ങളെല്ലാം കൊഴിഞ്ഞു പോകണം. അതിന് ഓരോ ചടങ്ങുകളും. എരുമേലിൽ ചെന്നു ഭഗവാനെ ദർശനം ചെയ്യുന്നു. ചഞ്ചല ഹൃദയത്തിലെ സകല വികാരങ്ങളും അതുപോലെ നിഷാദഭാവങ്ങളും ഒരു കാട്ടാളന്റെ രൂപത്തിൽ എന്ന പോലെ ശരീരത്ത് ചപ്പുചവറുകൾ വെച്ചുകെട്ടി കുങ്കുമങ്ങൾക്ക് ചാർത്തിക്കൊണ്ട് അവിടെ നൃത്തമാടുകയാണ് ചെയ്യുന്നത് സ്വാമിമാര്. സകലതും മറന്ന് തന്റെ ഉള്ളിലുള്ള അഹം എന്നുള്ള ഭാവത്തെ സൗന്ദര്യവാനെന്നോ സൗന്ദര്യമില്ലാത്തവനെന്നോ എന്നുള്ള യാതൊരു ഭാവവുമില്ലാതെ, വെളുത്തവനെന്നോ കറുത്തവനെന്നുള്ള ഭാവമില്ലാതെ കണ്ട് എരുമേലിയിൽ ചെന്ന് ആ നിഷാദ ഭാവങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് അവിടെ ഭഗവാന്റെ ആ സങ്കല്പം മുഴുവനും ഉള്ളിൽ ആവാഹിച്ചു വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പാട്ടുപാടി അയ്യപ്പൻ നിന്റകത്ത്, സ്വാമി നിന്റകത്ത്,
അയ്യപ്പൻ നിന്റകത്ത് സ്വാമി നിന്റകത്ത്. ഇതാണ് പിന്നീട് അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും. അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും താളാത്മകമായി പാടിക്കൊണ്ട് ഭഗവാന്റെ ആ ചിന്ത മുഴുവനും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് വനയാത്ര. എരുമേലിയിലെ ദർശനം കഴിഞ്ഞ് ഘോരമായ വനത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെയാണ് നമ്മുടെ മനുഷ്യ മനസ്സിലുള്ള കരിയുണ്ടേ പുലിയുണ്ടേ ഞങ്ങളുടെ ഉള്ളിൽ, അല്ലെ, കരിനാഗപ്പുറ്റുണ്ടേ ഞങ്ങളുടെ ഉള്ളിൽ, അണിവില്ലിൻ ഞാണൊലിയാൽ മണികണ്ഠ ഞങ്ങളുടെ അഴൽ പോക്കണമയ്യപ്പ ശരണമയ്യപ്പ. അയ്യപ്പ ഭക്തിഗാനത്തില് കുറച്ചു കാലങ്ങൾക്ക് മുമ്പുണ്ടായ ഭക്തിഗാനത്തില് വളരെ വ്യക്തമായിട്ട് ഇത് പറയുകയാണ്. ഞങ്ങളുടെ മനസ്സിൽ കരിയുണ്ട്, മൃഗങ്ങളുണ്ട്, പുലിയുണ്ട്, ഹിംസാത്മകമായ ചിന്തയുണ്ട്. ഇത് മുഴുവനും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഹിംസ്രഭാവങ്ങളും ദ്വേഷഭാവങ്ങളുമാണെന്നറിയാം. അതിനെ മുഴുവനും ശരണത്രയ മന്ത്രം കൊണ്ട് അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് യാത്ര ചെയ്യുന്നത്. അഴുതാ നദിയുടെ അടുത്ത്, അതിനു മുമ്പ് നന്ദികേശനെ കെട്ടിയ ഭഗവാൻ ശ്രീപരമേശ്വരൻ നന്ദികേശനെ കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് അവിടെ എത്തിച്ചേർന്ന്, കാളകെട്ടി എന്നുള്ള സ്ഥലത്ത് എത്തിച്ചേർന്നു. ശ്രീപരമേശ്വരൻ അവിടുന്ന് ഭക്തന്മാർക്ക് അനുഗ്രഹം നൽകുന്നു. കയറിപ്പൊയ്ക്കൊള്ളൂ. വിശ്വമൂർത്തിയായ വിശ്വപാലകനായ എന്റെ മകൻ അവിടെയുണ്ട് എന്ന് ഭഗവാൻ പറയും പോലെ ഭക്തന്മാർക്ക് അനുഗ്രഹം കൊടുത്തുകൊണ്ട് കാളകെട്ടിയിൽ ഭഗവാൻ വസിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും ചടങ്ങുകൾ. അഴുതയിൽ കുളിച്ചു കല്ലുമെടുത്തു കല്ലൊരു ചുമടുമേന്തി കല്ലിടും കുന്നുകേറി കല്ലിട്ടു വലം തിരിഞ്ഞു കരിമല മുകളിൽ പൊക്ക് വില്ലും ശരവും കുത്തി. ഇങ്ങനെ പഴയ അയ്യപ്പ ഭക്തി ഗാനങ്ങളിലൂടെ ആ യാത്രയെ വിവരിക്കുന്നുണ്ട്. വനത്തിലൂടെയുള്ള യാത്ര, പ്രകൃതിയുടെ ആ തലോടലുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ പ്രകൃതിയിലുള്ള ആ മന്ദമാരുതരിൽ മുഴുവനും ലയിച്ചു നിൽക്കുന്ന സ്വാമി അയ്യപ്പന്റെ ശരണമന്ത്രങ്ങൾ മാത്രമാണെന്നർത്ഥം. ഹിംസ്ര ജന്തുക്കളൊക്കെ എവിടെയോ പോയി ഒളിക്കുന്നു. അയ്യപ്പന്മാരുടെ ഭഗവാനെ വിളിച്ച് ആ മഹായാത്ര ചെയ്യുന്ന ഭക്തന്മാരുടെ വെളിയില് ആ ഹിംസ്ര ജന്തുക്കളൊക്കെ എവിടെയോ പോയി ഒളിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കണം. ഏറ്റവും കഠിനമായ കരിമലയും കയറി വനത്തിലെ സകല മൂർത്തികളെയും, സാക്ഷാൽ പന്തളത്ത് കൊട്ടാരത്തിലെ അയ്യപ്പസ്വാമിയെ സഹായിച്ചിരുന്ന സകല മൂർത്തികളെയും അവിടെ കാണുന്നുണ്ട്. ഗോത്രവർഗക്കാരുടെയൊക്കെ അനേക ഉപാസനകൾ, ആ ഉപാസനാ മൂർത്തികളുടെ മുഴുവനും അനുഗ്രഹം വാങ്ങിക്കൊണ്ടാണ് എല്ലാ ഭക്തജനങ്ങളും ആ അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുക. അവിടെ പമ്പാ നദിയുടെ ആ പാവനമായ പാവനം പാലനം പാതനം പാപനാശനം എന്നാണ് പമ്പാ നദിക്ക് പറയുക. തിരുമലയിറക്കമൊക്കെ ഇറങ്ങി പമ്പാ നദിയിൽ ചെന്ന് പമ്പാസരസില് സ്നാനം ചെയ്ത് അതുവരെ ഉണ്ടായിരുന്ന സകലവിധ പാപദോഷങ്ങളെയും ദുശ്ചിന്തകളെയും ഒക്കെ പമ്പയിൽ ഒഴുക്കിക്കളഞ്ഞ് പമ്പ സ്നാനം ചെയ്ത് പമ്പയിൽ സദ്യ വെച്ച് പമ്പയിൽ വിളക്ക് കണ്ട് സാക്ഷാൽ ഗണേശ ഭഗവാനെ കാണുവാൻ ഭക്തൻ തയ്യാറാവുകയാണ്, പ്രവേശിക്കുകയാണ്. എല്ലാ വിഘ്നങ്ങളും മാറ്റിത്തരുന്ന മഹാഗണപതി പമ്പാഗണപതിയായി അവിടെയുണ്ട്. എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുന്ന ശ്രീരാമസ്വാമി അവിടെയുണ്ട്. സകല ശക്തിയും ഭക്തന്മാർക്ക് നൽകുന്ന ആഞ്ജനേയ ഭഗവാനും അവിടെയുണ്ട്. അവിടെ നിന്ന് ആഞ്ജനേയ ദർശനവും രാമസ്വാമി ദർശനവും സീതാദർശനവും അതുപോലെ നാഗ ദർശനവും ഒക്കെ ചെയ്തതിന് ശേഷം വീണ്ടും ഭഗവാന്റെ അടുത്തേക്ക് നീലിമലയുടെ ചുവട്ടിൽ നിന്ന് കയറുവാൻ തുടങ്ങും. സാക്ഷാൽ മഹാദേവിയാണ് നീലി. ആ മലയുടെ പേരെങ്ങനാണെങ്കിലും നീലി എന്ന് ഭദ്രകാളിയാണ്, ഭദ്രാദേവിയാണ് നീലി എന്നുള്ളത്. ഭദ്രയുടെ പര്യായമാണ് നീലി. സർവവിധ അനുഗ്രഹങ്ങളും നൽകുന്ന, ശക്തി നൽകുന്ന ആ മഹാദേവി എല്ലാ ഭക്തനെയും ഇങ്ങനെ സ്വന്തം മക്കളെ പോലെ സ്വീകരിച്ചുകൊണ്ട് ആ മടിത്തട്ടിലേക്ക് എടുത്തു വച്ച്
കയറിപ്പൊക്കുള്ളൂ, കയറിപ്പൊക്കുള്ളൂ, ഞാൻ കൂടെയുണ്ട്, ഞാൻ കൂടെയുണ്ട്. പ്രകൃതിയും നീ അയ്യപ്പ, പുരുഷനും നീ അയ്യപ്പ, ശക്തിയും നീ അയ്യപ്പ, ഭക്തിയും നീ അയ്യപ്പ, ശ്രീശിവനും നീ അയ്യപ്പ. അനേക നാമങ്ങൾ, സകലവിധ ദേവന്മാരുടെയും നാമങ്ങൾ മുഴുവനും എവിടെയാണോ ചെന്നെത്തുന്നത് അത് ഭഗവാനിലാണ്. ആ നീലിമല കയറി മഹാദേവിയായ ശബരീദേവി സ്ഥിതി ചെയ്യുന്ന ശബരിപീഠം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഗൗണ ഭക്തിയുടെ മൂർത്തിഭാവമാണ് സാക്ഷാൽ ശബരീദേവി. പ്രാകൃതമായ ഭക്തി എന്ന് വേണമെങ്കിൽ പറയാം, സംസ്കൃതീകരിച്ച ഭക്തിയല്ല, നിഷ്കളങ്ക ഭക്തിയുടെ മൂർത്തിഭാവമാണ് ശബരീദേവി. ശ്രീരാമസ്വാമിയും സീതാദേവിയും സഹിതം ഋഷ്യമുഖാചലത്തിൽ വന്ന സമയത്ത് അനേക വനവാസികളായിട്ടുള്ള ആളുകൾ പോയി ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് ചെല്ലുന്നു. സാക്ഷാൽ ശബരീദേവി ചെന്ന് ഭഗവാന് വേണ്ടുന്നതെല്ലാം സമർപ്പിക്കുകയാണ്. എല്ലാ ദിവസവും വളരെ വിശിഷ്ടമായിട്ടുള്ള പഴങ്ങൾ ഭഗവാന് കൊണ്ടുകൊടുക്കുക രാമസ്വാമിക്ക്. അപ്പൊ രാമസ്വാമിയുടെ കാലിന് ചുവട്ടിൽ ഇരുന്നുകൊണ്ട്, കാൽച്ചുവട്ടിൽ ഇരുന്നുകൊണ്ട് കുറെ പഴങ്ങൾ കൊണ്ട് വെക്കുന്നു. ശബരി ഓരോ പഴം എടുത്ത് സ്വന്തമായിട്ട് കടിച്ചു നോക്കണം, അതിന് മധുരം ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഏറ്റവും സ്വാദുള്ള പഴം ഭഗവാന് കൊടുക്കുന്നു. ആ ശബരിയുടെ വൃത്തിഹീനവും അല്ലെ വികൃതവുമായിട്ടുള്ള ആ ശരീരത്തിൽ നിന്നും, അല്ലെങ്കിൽ ആ ശരീരമുള്ള ആ ശബരി നൽകുന്ന ആ നിവേദ്യം സാക്ഷാൽ ശ്രീരാമസ്വാമി ആ മഹാനിവേദ്യമായി സ്വീകരിക്കുന്ന കാഴ്ചയാണ് രാമായണത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ആ ദേവിയാണ് സാക്ഷാൽ ശബരി ദേവി, സാക്ഷാൽ മഹാദേവി തന്നെയാണ്. ആ ദേവിയുടെ അനുഗ്രഹം വന്ന് വാങ്ങി സാധകന അല്ലെങ്കിൽ ഭക്തനായിട്ടുള്ള സ്വാമി വീണ്ടും ഭഗവാന്റെ ദർശനത്തിനായി മുന്നോട്ട് പോയി ശരംകുത്തിയാലിൽ എത്തുമ്പോൾ കയ്യിലുള്ള ശരം തുടങ്ങിയ സകല ആയുധങ്ങളെയും അവിടെ ഉപേക്ഷിക്കുകയാണ്. യുദ്ധം അവിടെ അവസാനിക്കുകയാണ്. മനുഷ്യ മനസ്സിലുള്ള ആസുരഭാവങ്ങളോടുള്ള യുദ്ധമെല്ലാം അവസാനിച്ച് ആസുരഭാവങ്ങളെ മുഴുവൻ പരാജയപ്പെടുത്തി, നിഷാദഭാവങ്ങളെ മുഴുവനും പരാജയപ്പെടുത്തി തികച്ചും സാത്വികനായ, യോഗിയായ, ഭഗവത് തുല്യനായ വ്യക്തിയായിട്ട് മാറി ആ ശരംകുത്തിയാലിൽ നിന്നും 18ാം പടിയിലേക്ക് ആ 18 തത്വങ്ങൾ പ്രകൃതിയിൽ നിന്നും ഭഗവാനിലേക്ക് എത്തുന്നതിനുള്ള 18 തത്വങ്ങൾ പ്രതിപാദിക്കുന്ന സത്യമായ പൊന്ന് 18ാം പടിക്ക് വാതുക്കൽ സ്വാമിയെ ശരണമയ്യപ്പോ എന്ന് വിളിച്ച് നിൽക്കുമ്പോൾ ആ ആദ്യത്തെ 5 പടിയുടെ തത്വം പഞ്ചേന്ദ്രിയ തത്വങ്ങൾ, അടുത്ത 8 പടിയുടെ തത്വം അഷ്ടരാഗ തത്വങ്ങൾ, പിന്നെ 3 പടിയുടെ തത്വങ്ങൾ ത്രിഗുണ തത്വങ്ങൾ, പിന്നീടുള്ള 2 പടികൾ വിദ്യ അവിദ്യ. ഇങ്ങനെ ഒരു ക്രമമാണ് ഭക്തന്മാര്, പണ്ഡിതന്മാര്, ചിന്തകന്മാര് കൽപ്പിച്ചു വച്ചിട്ടുള്ളത്. എന്താണെങ്കിലും 18 പടി, 18 തത്വം, ആ സംഖ്യയ്ക്ക് തന്നെ പ്രത്യേകതയുണ്ട്. 18 പടികൾ, 18 പുരാണങ്ങൾ, ആ സംഖ്യയ്ക്ക് തന്നെ പ്രത്യേകതയുണ്ട്. ഉപനിഷത്തുകൾ, ആ എല്ലാ ഉപനിഷത്തുകളും ചെന്നെത്തുന്ന ആ പഞ്ചേന്ദ്രിയങ്ങൾ താനും അഷ്ടരാഗങ്ങൾ താനും ചഞ്ചലവിഹീനനായി ത്രിഗുണങ്ങളെത്താനും പിന്നീടങ്ങ വിദ്യയും പൊരുളായി വന്നിടും മഹാത്മ്യങ്ങൾ പടികൾ കുടൻ ചെമ്മേ സാരമാം 18 നൽപ്പടി കടക്കുമ്പോൾ തത്ര രത്നാസനേ തന്നിൽ വിളങ്ങുന്നൊരു ഉത്തമ പുരുഷൻ തന്നെയും കണ്ടിടാം. ആ 18 തത്വങ്ങളും കടന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നു, അത് നീ ആകുന്നു, തത്വം അസി. നീ അന്വേഷിച്ചു വന്ന ഈശ്വരൻ നിന്നിൽ തന്നെയുണ്ട്. നീ അന്വേഷിച്ചു വന്ന ഈശ്വരൻ നിന്നിൽ തന്നെയുണ്ട്. ആ സന്ദേശവും സ്വീകരിച്ചുകൊണ്ട് പൊന്നമ്പലമേട്ടകത്ത് പൊന്നിൻ സിംഹാസനത്തിലിരുന്നു കൊണ്ട് വെള്ളി സിംഹാസനത്തിൽ തൃക്കാലുമുന്നി ഇരുപുറവും പൊന്നാലവട്ടവും വീശിപ്പിടിച്ച്
പൊന്നമ്മാനക്കാകൊണ്ടമ്മാനമാടിച്ച് ഋഷികൾ മുനി പൂജയമേറ്റ് ഇരുന്നരുളിക്കളിക്കും വില്ലൻ വില്ലാളി വീരൻ വീരൻ വീരമണികണ്ഠൻ ഭൂലോകനാഥൻ ഭൂമിപ്രപഞ്ചൻ ഭൂമിക്കുടയനാഥൻ ശത്രുസംഹാരമൂർത്തി സേവിപ്പവർക്കാനന്ദമൂർത്തി അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനായകൻ കാശിരാമേശ്വരം പാണ്ഡിമലയാളമടച്ചു വാണിരിക്കും നമ്മുടെ ശബരിമല ശ്രീധർമ്മശാസ്താവ്. സാക്ഷാൽ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനായിട്ടുള്ള ഭഗവാന്റെ ദിവ്യ ദർശനമാണ് ഓരോ ഭക്തനും അവിടെ നിന്ന് കിട്ടുക. അവിടെ ഭഗവാൻ സഹസ്രശീർഷനായി വിശ്വസ്വരൂപനായി സാക്ഷാൽ വിശ്വവിരാട് പുരുഷനായിട്ടാണ് വിരാജിക്കുന്നത്. ബഹുരസ പ്രകടിതമായ കണ്ണുകളോടുകൂടി, നാനാരസ പ്രകടിതമായ കണ്ണുകളോടുകൂടി ഭഗവാന്റെ വിസ്തൃതമായ പാദങ്ങളങ്ങ് മഹർലോകം വരെ എത്തുന്നു. ഭഗവാന്റെ മുഖമങ്ങ് സ്വർലോകം വരെ എത്തുന്നു. ഭഗവാന്റെ ഹൃദയം ഭുവർലോകം വരെ എത്തുന്നു. ഉദരം ഭൂലോകം വരെ എത്തുന്നു. കണ്ണുകൾ ആദിത്യചന്ദ്രനായിട്ട് നിൽക്കുന്നു. അതുപോലെ ഭഗവാൻ ചൂടിയ പുഷ്പങ്ങൾ നക്ഷത്രങ്ങളായിട്ട് വിരാജിക്കുന്നു. ഭഗവാന്റെ രോമരാജികൾ വൃക്ഷങ്ങളായിട്ട് നിൽക്കുന്നു. ഭഗവാന്റെ കരങ്ങൾ ധർമ്മങ്ങളാകുന്നു. ഭഗവാന്റെ ആയുധങ്ങൾ അധർമ്മങ്ങളാകുന്നു. അങ്ങനെ ഓരോ ഭാവവും അംഗപ്രത്യംഗം അടിതൊട്ട് മുടിയോളം പ്രപഞ്ചം മുഴുവനും നിൽക്കുന്ന ആ ഭഗവാൻ, ത്രിമൂർത്തിയാദി സകല ദേവഗണങ്ങളും ഈ ഭഗവാന്റെ ശരീരത്തിലാണുള്ളത് എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. ദേവന്മാര്, അസുരന്മാര്, യക്ഷന്മാര്, കിങ്കരന്മാര്, ചാരണന്മാര് എന്നു വേണ്ട സകലവിധ ദേവന്മാരും ഭഗവാൻ തന്നെ. അതാണ് ഭഗവാനെ ഏത് നാമത്തിലാണെങ്കിലും വിളിക്കുമ്പോൾ വിളി കേൾക്കുന്നതാണ്. സർവം നീയേ അയ്യപ്പ, ഓം ശക്തി അയ്യപ്പ, ഓങ്കാരശക്തി അയ്യപ്പ, ഹ്രീങ്കാരശക്തി അയ്യപ്പ, ക്ലീങ്കാരശക്തി അയ്യപ്പ, ഐങ്കാരശക്തി അയ്യപ്പ, ഹ്രീംകാരശക്തി അയ്യപ്പ, അക്ഷരശക്തി അയ്യപ്പ, അങ്ങനെ അനേകം ഏതെല്ലാം നാമങ്ങൾ കൂട്ടി വിളിച്ചു കഴിഞ്ഞാലും കൃഷ്ണശക്തി അയ്യപ്പ, വിശ്വശക്തി അയ്യപ്പ, ഭഗവാന്റെ ആയിരം നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഈ ഭഗവാനെ ഇങ്ങനെ സാക്ഷാൽ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനായിട്ടുള്ള സാക്ഷാൽ ശ്രീധർമ്മശാസ്താവിന്റെ ആ ദർശനം, മഹാപുണ്യമായ ദർശനം ചെയ്ത് വഴിപാടുകൾ കഴിച്ച് മഞ്ചമാതാവായിട്ടുള്ള സാക്ഷാൽ മാളികപ്പുറത്തമ്മയെ ദർശനം ചെയ്ത് ഭഗവാന്റെ സമീപത്ത് പ്രകൃതി ശക്തിയുടെ പ്രതീകമായി ഭഗവത് ഭക്തന്മാരെ മുഴുവനും അനുഗ്രഹിക്കാൻ പ്രകൃതികാരകയായി നിൽക്കുന്ന ശക്തി സ്വരൂപിണിയാണ് സാക്ഷാൽ മഞ്ചമാതാവായിട്ടുള്ള സാക്ഷാൽ മാളികപ്പുറത്തമ്മ. ഐതിഹ്യങ്ങളിൽ പല ഭേദങ്ങളും ഉണ്ടെങ്കിലും അമ്മയാണ് അവിടെ സകല ഭക്തന്മാരെയും കന്യഭക്തന്മാരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന സാക്ഷാൽ അമ്മ. അവിടെ ഭഗവാന്റെ പരിവാരങ്ങളായിട്ട് നിൽക്കുന്ന അനേക ദേവന്മാര്, നാഗരാജാവ്, നവഗ്രഹങ്ങള്, അതുപോലെ പ്രാചീന സംസ്കൃതി അനുസരിച്ചുള്ള ഉപാസന നടത്തുന്ന ഓരോ ഭക്തന്മാരും അവരുടെ സാമുദായിക ആചാരമനുസരിച്ച് ശബരിമല ധർമ്മശാസ്താവിനെ ഉപാസിക്കുന്നു. സത്യസ്വരൂപനായിട്ടുള്ള സത്യധർമ്മ പരാക്രമനായിട്ടുള്ള സാക്ഷാൽ ശ്രീധർമ്മശാസ്താവിന്റെ സമീപത്തേക്ക് പോകുമ്പോൾ മനസ്സും ശരീരവും ശുദ്ധമാക്കി നിർമ്മത്സര ബുദ്ധിയ യാതൊരു വ്യക്തികളോടോ ജന്തുക്കളോടോ ഒരു അണുവിനോട് പോലും വിദ്വേഷമില്ലാതെ വേണം ശബരിമല ദർശനം നടത്തേണ്ടത്. പേരിന് വേണ്ടി മാത്രം 3 ദിവസം നൊയമ്പ് നോറ്റ് 4-ാം ദിവസം കെട്ടുനിറച്ചു പോയി അയ്യപ്പനെ കണ്ടു തിരിച്ചു വന്നാൽ കണ്ടു എന്നുള്ളത് മാത്രമേ ആകുന്നുള്ളൂ. അതിന് പുണ്യമില്ല എന്ന് പറയണില്ല. പക്ഷേ ഭഗവാന്റെ ദർശനത്തിനുള്ള ക്രമം പൂർണ്ണമായും അനുസരിക്കാൻ പറ്റിയില്ലെങ്കിലും 41 ദിവസത്തെ ദർശനത്തിന്, 41 ദിവസത്തെ വ്രതത്തിന് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പ്രാപ്തമാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള അനുഷ്ഠാനത്തോടു കൂടി പോകേണ്ടതുണ്ട് എന്ന് ഹൈന്ദവ സഹോദരങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുക. സാക്ഷാൽ അയ്യപ്പസ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഐതിഹ്യ കഥകളുടെയും മറ്റ് കഥകളുടെയും പ്രാദേശിക കഥകളുടെയും ഒന്നും പിന്നാലെ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. സന്നിധാനത്ത്
തീർച്ചയായും അവിടെ എന്തെല്ലാം സംഭവ വികാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും സാക്ഷാൽ ശബരിമല ശ്രീധർമ്മ ശാസ്താവിന്റെ സാന്നിധ്യം അവിടെ തീർച്ചയായും ഉണ്ടാവും. അത് ഏറ്റുവാങ്ങുന്നതിന് എല്ലാ ഭക്തജനങ്ങളും നിർമ്മൽസ്വര ബുദ്ധിയ ഭഗവത് ഭക്തിയോടുകൂടി അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തീർച്ചയായും എല്ലാവരും ദർശനം നടത്തുക. എല്ലാവർക്കും ആവും വിധം ദർശനം നടത്താൻ ഇടയുണ്ടാവട്ടെ. സാക്ഷാൽ അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ. ശ്രീധർമ്മശാസ്താവ് അനുഗ്രഹിക്കട്ടെ. ഓം ഹ്രൂം നമ പരായ ഗോപ്ത്രേ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ഹരിഹരസുതനാനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ.